നമ്മുടെ മാനവ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഗുണം ഈ പ്രകൃതിയിൽ നിന്നോ അല്ലെങ്കിൽ പ്രകൃതിയിലെ മറ്റേതെല്ലാം ജീവജാലങ്ങളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ പോലും നാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നന്ദിയോടുകൂടി സ്മരണയോടുകൂടി ജീവിക്കുക എന്നുള്ളത്. അതൊരു പക്ഷെ എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമല്ല. പലപ്പോഴും പലരും ഉപകാരം ചെയ്ത ആൾക്കാരെ അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിക്കുന്നതും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിന്ദിക്കുന്നതുമൊക്കെ പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. ഇന്ന് എന്നെ കാണുവാൻ കുറേ നാളുകൾക്ക് ശേഷം എനിക്കറിയാവുന്ന ഒരാൾ വന്നു. അയാൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്നു. നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇയാൾ ഇന്ന് ഗൾഫിൽ നിന്ന് ഇന്ന് എത്തിയിട്ടുള്ളൂ. ഇന്ന് 2026 ഫെബ്രുവരി 28 രാവിലെ അയാൾ വീട്ടിലെത്തിയതിനു ശേഷം ആദ്യമായിട്ട് അയാൾ വെളിയിലേക്ക് പോകുന്നത് എന്നെ കാണുവാനാണ്. ഇവിടെ വന്നതിന് ശേഷം അയാൾ ആദ്യം എൻ്റെ കയ്യിലേക്ക് എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ള ഒരു പൊതി എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതിൽ മിഠായികളാണ്, ഇത് അവർക്ക് കൊടുത്തേക്കുമെന്ന്. മിഠായി വാങ്ങിച്ചു, ഞാൻ വെച്ചു. അതിനുശേഷം അയാൾ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചതിന് ശേഷം അവസാനം പറഞ്ഞു, ഞാൻ ഈ മിഠായി കൊണ്ടുവരുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുട്ടിയായിരുന്ന സമയത്ത്, അതായത് ഏകദേശം 21 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ആദ്യമായിട്ട് ഒരു വലിയ മിഠായി തന്നത് ശാന്തിയായിരുന്നു. ശാന്തിയുടെ ആ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 21 വർഷങ്ങൾക്ക് ശേഷവും അയാൾ പറഞ്ഞ വാക്കാണ്. ആ ശാന്തി എനിക്ക് മിഠായി തരുന്ന ഒരു മുഖം എൻ്റെ ഓർമ്മയിലുണ്ട്. ശാന്തിക്ക് അത് ആരോ ഗിഫ്റ്റ് തന്നതാണ്. എന്നിട്ട് ശാന്തി ഞാൻ വന്നപ്പോഴേക്കും എനിക്ക് അത് തന്നു. ആ മിഠായിയുടെ വലിപ്പം, അത്രയും വലിയ മിഠായി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കിട്ടിയിരുന്നില്ല. ആ മിഠായി കിട്ടിയതോട് കൂടിയിട്ട് എൻ്റെ മനസ്സ് എത്രത്തോളം സന്തോഷിച്ചെന്നറിയാമോ? ഇന്ന് അയാൾക്ക് മിഠായി വാങ്ങിക്കുവാനുള്ള ജോലിയും സാമ്പത്തിക സ്ഥിതിയായപ്പോൾ അതേ മിഠായിയുമായിട്ട് വരുമ്പോൾ ആ മിഠായി കഴിക്കുന്ന പ്രായമല്ല എൻ്റെത് അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എന്നോട് പറഞ്ഞു. ആ മിഠായിയുടെ വലിപ്പത്തെക്കാളും ഞാൻ അന്ന് കൊടുത്ത കാര്യത്തെക്കാളും 21 വർഷമായിട്ട് ഈ കുട്ടി അത് മനസ്സിലെടുത്തു വെച്ച ആ ഒരു ഓർമ്മയുണ്ടല്ലോ, അത് നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എൻ്റെ പേഴ്സണൽ സന്തോഷമായിരിക്കാം, മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ ഒരുപക്ഷെ വലിയ കാര്യമാവണമെന്നില്ല. പക്ഷെ എന്നാലും അന്ന് ഞാൻ കൊടുത്ത, എനിക്ക് ആദ്യമായി കിട്ടിയത് ഏറ്റവും വലിയ മിഠായി ശാന്തി തന്നതാണ് എന്ന് പറയുമ്പോൾ ആ രൂപം ആണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ശാന്തിയെക്കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായൊരു സ്നേഹം ഞാൻ അറിഞ്ഞോ അറിയാതെയോ അന്നങ്ങനെ കൊടുക്കുവാൻ സാഹചര്യമുണ്ടായി. ഞാൻ തന്നെ അത് മറന്നുപോയി. പക്ഷേ അത് നമ്മളെല്ലാവരും ഒന്ന് പകർത്തിയെടുക്കേണ്ട ചെറിയ ഒരു വലിയ കാര്യമാണ്. ചെറിയ കാര്യമാവാം, പക്ഷെ അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുകയോ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി നിങ്ങൾക്കായിട്ട് കാഴ്ചവെക്കുകയോ സമർപ്പിക്കുകയോ അർപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഒരു സ്മരണ നമുക്കുണ്ടാവണം. അതല്ലെങ്കിൽ ഈ മാനവജന്മം കൊണ്ട് നമുക്ക് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. ആദ്യമായിട്ട് അച്ഛനോടും അമ്മയോടും വേണം, ഗുരുക്കന്മാരോട് വേണം, സുഹൃത്തുക്കളോട് വേണം, ബന്ധുക്കളോട് വേണം, എല്ലാവരോടും വേണം. ഒരുപക്ഷെ നമ്മൾ സഹായിച്ചവരൊക്കെ നമ്മളെ ഒരുപാട് വെറുപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പലപ്പോഴും നമ്മൾ ചെയ്ത ഉപകാരങ്ങളെ മറന്നുകൊണ്ട് നമുക്ക് വിപരീതമായിട്ട് പ്രവർത്തിച്ച ആൾക്കാരും ഉണ്ടാകാം. അതൊന്നും ഒരു കാര്യമാക്കാതിരിക്കുക. നമുക്ക് വേണ്ടി അവർ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മറക്കാതിരിക്കുക. ഇന്നലെ വരെ ഞാൻ ചെയ്ത ഉപകാരങ്ങൾ സ്വീകരിച്ചിട്ട് എന്നെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ സ്നേഹത്തോടെ ഓർക്കുക. കാരണം നമ്മൾ ചെയ്ത ഉപകാരം, ഇത്രയും വർഷങ്ങളായിട്ട് ഞാനൊരു മിഠായി കൊടുത്തൊരു ഉപകാരം ഓർത്ത് വെച്ചതുപോലെ നമ്മളെ കൊണ്ട് അവർക്ക് കഴിയുന്ന ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ, ആർക്കെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അവരത് മനസ്സിലെടുത്ത് സൂക്ഷിച്ചു വെക്കുമെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്. അതുകൊണ്ട് ഈ നിമിഷം മുതലെങ്കിലും ഇത് കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. നമ്മളുടെ ജീവിതത്തിൽ പരോപകാരാർത്ഥമിതം ശരീരം എന്നുള്ള വാക്ക് ഓർക്കുക. നമ്മുടെ ശരീരം പരോപകാരം ചെയ്യുവാനുള്ളതാണ് എന്നുള്ള സ്മരണയുണ്ടാവുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.